എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം അറിയപ്പെടുന്നത് അറ്റോമിക ആരം. അറ്റോമിക ആരം എന്നാണ് ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത്? ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ഒന്നാമത് ഓക്സിജനാണ്. സിലിക്കണാണ് ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു വജ്രം. വജ്രമാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം കാർബൺ. കാർബണാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെയ്സീൻ. കെയ്സീൻ എന്ന പ്രോട്ടീനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വർണം ലയിക്കുന്ന ലായനി. സ്വർണം ലയിക്കുന്ന ലായനി അക്വാ റീജിയ. അക്വാ റീജിയയാണ് സ്വർണം ലയിക്കുന്ന ലായനി. ആദ്യത്തെ കൃത്രിമ നാര്. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. റയോണാണ് ആദ്യത്തെ കൃത്രിമ നാര്. വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര്. വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര് അനാൽജസിക്കുകൾ. അനാൽജസിക്കുകൾ എന്നാണ് വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻറ്റിപയററ്റിക്സ്. ആൻറ്റിപയററ്റിക്സ് എന്നാണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി ബെനഡിക്റ്റ് ലായനി. ബെനഡിക്റ്റ് ലായനിയാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. മസ്കറ്റ്, മൃദുല, ജ്യോതി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മസ്കറ്റ്, മൃദുല, ജ്യോതി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മാതളം. മാതളത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് മസ്കറ്റ്, മൃദുല, ജ്യോതി എന്നിവ. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് അനിമോഫിലി. അനിമോഫിലി എന്നാണ് കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവാണ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. പൂസ ഔഷധി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? പൂസ ഔഷധി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? പാവയ്ക്ക. പാവയ്ക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് പൂസ ഔഷധി. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം. സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ശ്വാസകോശമാണ് സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത് ആരായിരുന്നു? MV ഗോപാലസ്വാമി. MV ഗോപാലസ്വാമിയാണ് 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത്. MV ഗോപാലസ്വാമി. ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെട്ടത് എന്നാണ്? ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെട്ടത് 1976 ഏപ്രിൽ 1. 1976 ഏപ്രിൽ 1 ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെട്ടത്.
ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഏത് വർഷമാണ്? 1854. 1854 ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കൊച്ചി. കൊച്ചിയിൽ നിന്നാണ് കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത്. മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്? അഗസ്ത്യമല. ചെന്തുരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല റിസർവിലെ ഭാഗമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യ ശലഭ ഉദ്യാനം ഏത്? ഏഷ്യയിലെ ആദ്യ ശലഭ ഉദ്യാനം തെന്മല. തെന്മലയാണ് ഏഷ്യയിലെ ആദ്യ ശലഭ ഉദ്യാനം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം രോഹിണി. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം രോഹിണിയാണ്. ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISROയുടെ സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഉത്തര മഹാസമതലത്തിൻ്റെ നീളം എത്രയാണ്? ഇന്ത്യയിൽ ഉത്തര മഹാസമതലത്തിൻ്റെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. ഇന്ത്യയിൽ ഉത്തര മഹാസമതലത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ നീളത്തിലാണ്. ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം ഏത്? ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി. ആരവല്ലിയാണ് മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം? പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം ആൽഫ കിരണം. ആൽഫ കിരണമാണ് പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം. കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം? കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ക്രോണോമീറ്ററാണ് കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം. അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഫ്ലക്സ്. ഫ്ലക്സ് എന്നാണ് അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം? വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3. വായിൽ 3 ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം? മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ട്രൈക്കോളജി. ട്രൈക്കോളജിയാണ് മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ആനക്കയം 1 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? ആനക്കയം 1 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? കശുവണ്ടി. കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് ആനക്കയം 1. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി. കോസ്മോളജിയാണ് പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. സൂര്യൻ്റെ പ്രായം ഏകദേശം എത്രയാണ്? സൂര്യൻ്റെ പ്രായം ഏകദേശം എത്രയാണ്? 460 കോടി വർഷം. 460 കോടി വർഷം. സൂര്യൻ്റെ പ്രായം ഏകദേശം 460 കോടി വർഷമാണ്. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം? ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം ഫോട്ടോസ്ഫിയർ.
ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത് ഫോട്ടോസ്ഫിയർ എന്നാണ്. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേ ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേ ഒരു ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മായോ പ്രഭു. മായോ പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേ ഒരു ബ്രിട്ടീഷ് വൈസ്രോയി. CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി ഏതാണ്? CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി. ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ്. ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്? ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഏപ്രിൽ 11 ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഏത് സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതിപ്പേര് ലഭിച്ചത്? ഏത് സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതിപ്പേര് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചോലനായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം? ചോലനായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം നിലമ്പൂർ. നിലമ്പൂരാണ് ചോലനായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം. സംഗീതരംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം? സംഗീതരംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം സ്വാതി പുരസ്കാരം. സ്വാതി പുരസ്കാരമാണ് സംഗീതരംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ. കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.